ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ജയറാമിന്റെ കാര്യമുറത്ത് വിഷമത്തോടെ നിൽക്കുന്ന നന്ദിനിയും രാജലക്ഷ്മി അമ്മയും മീനാക്ഷിയുമാണ് കാണിക്കുന്നത്. എല്ലാവരും ജയറാമിനുമായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്നു. അതേസമയം കാർത്തിയോട് തല മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് മൈഥിലി അടുത്തേക്ക് ചെല്ലുമ്പോൾ മൈഥിലിയെ ആട്ടി പായിക്കുകയാണ് കാർത്തി. 2 ദിവസം കഴിഞ്ഞാലാ ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്യാൻ പോകേണ്ട ദിവസം, നീ മറക്കണ്ടെന്ന് പറഞ്ഞ് കാർത്തി കിടക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, എന്റെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ ഞാൻ ഡിവോഴ്സ് വന്ന് പോകുമെന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയും നന്ദിനിയും കൂടി ജയറാമിനെ കാണാൻ പോയിരിക്കുന്നതാണ്. നന്ദിനി, എന്റെ മോളാണ് സത്യം, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ജയറാമൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, ജയേട്ടൻ ഇങ്ങനെയൊന്നും ഞങ്ങളോട് പറയണ്ട. എനിക്കും നമ്മുടെ മോൾക്കും ജയേട്ടനെ നല്ല വിശ്വാസം തന്നെയാ. അച്ഛൻ വിഷമിക്കാതെ അച്ഛാ, ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. ഇതിന്റെ പിന്നിൽ ഇന്ദ്രജ തന്നെയാ മോളെ എന്ന് ജയരാമൻ പറയുമ്പോൾ, എന്താണെങ്കിലും അച്ഛൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അച്ഛനെ ഏത് വിധേനയും ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. അതിനുവേണ്ടി ഞാനും അമ്മയും വ്യക്തമായി തന്നെ പ്ലാനും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. എന്താണെങ്കിലും അച്ഛനെ രക്ഷിക്കാനുള്ള തെളിവ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും, അതും അവരെ നശിപ്പിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നന്ദിനിയും മീനാക്ഷിയും. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്ന് മീനാക്ഷി വാങ്ങുമ്പോൾ ACP സാറിന്റെ ഭാര്യ ആയതുകൊണ്ടാ തരുന്നതെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തെളിവിനായി അന്വേഷിച്ച് നടക്കുന്ന മീനാക്ഷിയെയും നന്ദിനിയുമാണ്. പിന്നീട് കാണിക്കുന്നത് പെട്രോൾ പമ്പിൽ നിന്നും എന്തൊക്കെയോ കുറച്ച് വിഷ്വൽസ് മീനാക്ഷിക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം മീനാക്ഷി നേരെ മായമ്മയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അമ്മുവിനെയും മന്ദാകിനിയെയും മീനാക്ഷി കാണുന്നു. മോള് പേടിക്കൊന്നും വേണ്ട, സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാ ഞാൻ മോളോട് എല്ലാം ചോദിക്കുന്നത്. മോളുടെ അമ്മ ഇല്ലാണ്ടായതിന്റെ പേരിൽ എന്റെ അച്ഛൻ ജയിലിൽ കിടക്കുകയാണെന്ന് മീനാക്ഷി പറയുമ്പോൾ, മായമ്മയെ കൊന്നതിന്റെ പേരിലല്ലേ അയാൾ അകത്ത് കിടക്കുന്നതെന്ന് മന്ദാകിനി ചോദിക്കുന്നു. എന്റെ അച്ഛന് അങ്ങനെ ആരെയും കൊല്ലാനുള്ള മനക്കരുത്തൊന്നുമില്ല. മോള് പറ, മോള് വിശ്വസിക്കുന്നുണ്ടോ എന്റെ അച്ഛനാണ് മോളുടെ അമ്മയെ കൊന്നതെന്ന്? ഇത് കേൾക്കുന്ന അമ്മു പറയുകയാണ്, ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ആ അങ്കിള് പാവമാ. എനിക്ക് പഠിക്കാനുള്ള ഫീസെല്ലാം തരുന്നത് ആ അങ്കിളാണ്. മോള് എല്ലാം പറയണം. മോളന്ന് സ്കൂള് വിട്ടു വരാൻ താമസിച്ചതെന്താ? തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം അമ്മു പറയുമ്പോൾ, ചേച്ചി കണ്ടോ എന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടില്ലെന്നും ടിവിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടാ ഞാനും പറഞ്ഞതെന്ന് മന്ദാകിനി പറയുന്നു. അങ്ങനെ മീനാക്ഷി അവരോട് സംസാരിക്കുമ്പോഴാണ് കാർത്തിയും 2 കോൺസ്റ്റബിൾമാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പാരലായിട്ട് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. അതേസമയം മീനാക്ഷി കാർത്തിയുടെ അടുത്തേക്ക് വരികയാണ്. എന്റെ അച്ഛനെ എനിക്ക് രക്ഷിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ അടുത്തേക്ക് വരുന്ന കാർത്തിയാണ്. കാർത്തി മീനാക്ഷിയോട് പിണക്കമെല്ലാം മാറ്റാൻ പറയുമ്പോൾ, എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എന്താണെങ്കിലും ഞാൻ തെളിയിച്ചിരിക്കുമെന്ന് ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയിലേക്ക് വന്നിരിക്കുന്ന മീനാക്ഷിയും രാജലക്ഷ്മി അമ്മയുമാണ്. കൈവിലം അണിയിച്ചു കൊണ്ടുവരുന്ന ജയറാമിനെ കണ്ട് രണ്ടുപേരും വിഷമത്തോടെ നിൽക്കുന്നു. എന്താണെങ്കിലും എന്റെ മോൻ നിരപരാധിയാ, മോനെ എന്താണെങ്കിലും വെറുതെ വിട്ടിരിക്കുമെന്നും രാജലക്ഷ്മി അമ്മ ജയറാമിനോട് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.